അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സന്നദ്ധദാന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന സിഡ്നി കൈരളിയുടെ അനുഗ്രഹീത പ്രഭാഷകൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി അഭിനന്ദനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവറുകൾ ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ എൻ്റെ അനുമോദന പ്രഭാഷണം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. من شغله ذكري عن مسألتي أتيته أفضل ما أعطي السائلين. من شغله ذكري, എൻ്റെ ദിക്റ് ആരെയെങ്കിലും ജോലിയാക്കിയാൽ, അൻ മസലത്തി, എന്നോട് ചോദിക്കുന്ന തൊട്ട് ജോലിയാക്കിയാൽ, നാം അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം, ദുആ ഒരു ഇബാദത്ത് തന്നെയാണ്, കാര്യങ്ങൾ ഇത് തരണം അത് തരണം എന്ന് വിശദമായി ചോദിക്കുന്നതിന് പകരം സ്വലാത്ത് അങ്ങനെ ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് 360 പ്രാവശ്യം എല്ലാ ദിവസവും ചെല്ലുകയാണെങ്കിൽ ഐശ്വര്യം വരും എന്ന് കാണാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് 360 പ്രാവശ്യം. കടം വീടണമെങ്കിൽ രാത്രി 33 പ്രാവശ്യം ഡെയിലി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് 33 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ കടം വീടും എന്ന് കാണാം. പ്രയാസങ്ങൾ നാം ഇവിടെ പഠിച്ചവർക്ക് പലരും വീട്ടിൽ പ്രയാസപ്പെടുന്നവരുടെ എനിക്കറിയാം. ആ പ്രയാസമുള്ളവർക്ക് സ്വലാത്തിലൂടെയും ദിക്റിലൂടെയും അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മുടെ കുടുംബത്തിനെ നമ്മുടെ കാലോചിതമായി ഉയർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ എളിയ സംസാരം നിങ്ങൾക്കെല്ലാ അനുമോദനങ്ങളും നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. സന്നദ്ധദാന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നു കൈരളിയുടെ അനുഗ്രഹീത പ്രഭാഷകൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി അഭിനന്ദനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ്വ നന്മകളുടെയും നിമിത്തമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വത്താണ് അറിവ്. അത് നേടാൻ കഴിയുക എന്നത് വലിയ ഭാഗ്യമാണ്. നമ്മുടെ മക്കളെ ആലിമീങ്ങളാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്, ചെറിയ ഭാഗ്യമല്ല. ഇൽമ്, അതിന്റെ മഹത്വം വേറെ ഒന്നിനും ഇല്ല. ഇൽമുള്ളവൻ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു തആല ഇൽമ് ധാരാളം അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കായി നൽകിക്കൊണ്ടിരിക്കും. അതാണ് ഇത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്. അങ്ങനെയുള്ള ആലിമീങ്ങളാണ് കഴിഞ്ഞുപോയ മഹാന്മാർ. അവർ വളരെ അദബോടെ ഗുരുത്വത്തോടെ അവർ കിതാബുകൾ രചിച്ചു. അതിൽ വലിയ പ്രശസ്തനായ പണ്ഡിതനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു.
ആരെയും കൂസുകയില്ല. പക്ഷേ വളരെ വിനയാന്വിതനാണ്. ദീനിന്റെ വിഷയം പറയുമ്പോൾ ഒരാളെയും പേടിക്കുകയില്ല. അങ്ങനെ പേടിക്കാൻ പണ്ഡിതന്മാർക്ക് പാടില്ല. അള്ളാഹുവിനേക്കാൾ ഭയപ്പെടേണ്ടവരാരാണ്? ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന സ്ഥലത്ത് ഭരണാധികാരി വന്നു. അവിടെ വഖഫ് ചെയ്യപ്പെട്ട, അവിടത്തേക്ക് തന്നെ വഖഫ് ചെയ്യപ്പെട്ട, മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഗ്രന്ഥങ്ങളുണ്ട് അവിടെ. അതൊക്കെ അവിടെ എടുത്തു മാറ്റാൻ അദ്ദേഹം ഓർഡർ പറഞ്ഞു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമ്മതിക്കില്ല. നിങ്ങൾ ഏത് രാജാവാണ്? അള്ളാഹുവിന്റെ ദീനിനപ്പുറം ഓരോരുത്തം പറഞ്ഞാണ് സ്വീകരിക്കേണ്ടത്. സമ്മതിക്കുക. ഇമാം നവവി റളിയല്ലാഹു അൻഹു ആക്രമിക്കാൻ അദ്ദേഹത്തിന് തോന്നി. ആക്രമിക്കാൻ അദ്ദേഹം കാലെടുത്ത് മുന്നോട്ട് വെച്ചപ്പോൾ പിന്നെ കണ്ടത് അദ്ദേഹം ഇറങ്ങി ഓടുന്നതാണ്. അദ്ദേഹം നേരെ ഓഫീസിൽ പോയിട്ട് പറഞ്ഞു, ആ മുദരിസിന് ഇനി ശമ്പളം കൊടുക്കരുത്, ആ മുദരിസിന് ഇനി ഭക്ഷണം കൊടുക്കണം. അങ്ങനെയുണ്ടല്ലോ ഭക്ഷണം മുടക്കുന്ന, അതുപോലെ ജോലി മുടക്കുന്ന ചില ആളുകളില്ലേ, അവർ വിചാരിച്ചതുപോലെ പറയാത്ത മുസ്ലിയാരായ. സുബ്ഹാനല്ലാഹ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഓഫീസ് സെക്രട്ടറിയുടെ മറുപടി, അദ്ദേഹം ജീവിതത്തിൽ ഇന്ന് വരെ ശമ്പളം പറ്റിയിട്ടില്ല, അദ്ദേഹം നമ്മുടെ ഭക്ഷണം കഴിക്കാറില്ല, ദിവസവും നോമ്പാണ്, നോമ്പ് തുറക്കാനുള്ള അല്പം കാരക്ക, അത്താഴം കഴിക്കാനുള്ള കാരക്ക ബാപ്പ എത്തിച്ചു കൊടുക്കും, എന്നും നോമ്പാണ്, അങ്ങനെ ജീവിക്കുന്ന മഹാനാണ്. അപ്പോഴാണ് ഭരണാധികാരി പറഞ്ഞു, അത് തന്നെയല്ലേ ആ നരി അല്ലെങ്കിൽ ആ പുലി? ഏത് പുലി? ഞാൻ വെറുതെ അല്ല ഓടിയത്. ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആക്രമിക്കാൻ ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ എന്റെ മുന്നിൽ ഒരു വലിയ പുലി എന്നിലേക്ക് ചാടാൻ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാ ഓടിയത്. സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ ഭയപ്പെട്ട്, അല്ലാഹുവിനെ സ്നേഹിച്ച്, അല്ലാഹു കൽപ്പിച്ചതെടുത്ത്, അല്ലാഹു വിരോധിച്ചതൊഴിച്ച് എത്ര സൂക്ഷ്മതയോടെ ജീവിച്ച ആളാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. മറ്റുള്ള പണ്ഡിതന്മാരെ പോലെയൊന്നുമല്ല. ഇമാം നവവിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. ശാഫിഈ മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥങ്ങൾ മുഴുവനും രചിച്ച പണ്ഡിതനാണ് ഇമാം നവവി. 4 മദ്ഹബിലെ ഇമാമിങ്ങൾ ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. എന്തിനധികം പറയണം? സുബ്ഹാനല്ലാഹ്. വിശ്വാസം ക്ലിയർ ആകാതെ കർമ്മം കൊണ്ട് മാത്രം രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന തബ്ലീഗ് ജമാഅത്തുകാർ അവരുടെ വായനകൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് റിയാദുസ് സാലിഹീൻ. അതും ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ കിതാബാണ്. എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ മുഖത്ത് നോക്കൽ ഹറാമാണ്. മറ്റു പല പണ്ഡിതന്മാരും ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വികാരത്തോടെ നോക്കിയാൽ ഹറാമാണെന്നാണ് പറഞ്ഞത്. ഇമാം നവവി തങ്ങൾ നിരുപാധികം അത് ഹറാമാണെന്ന് പറഞ്ഞു. അത്യാവശ്യത്തിന് വേണ്ടി പഠിപ്പിക്കുന്ന ഉസ്താദിനെ കാണേണ്ടി വന്നാൽ കാണാം. അതേസമയത്ത് ഉസ്താദിന് പോലും മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. അത്തരം കുട്ടികളെ മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. മുസാഫഹത്ത് ചെയ്യൽ മാത്രമല്ല, തുണിയില്ലാതെ മറയില്ലാതെ അത്തരം കുട്ടികളുടെ ശരീരം സ്പർശിക്കൽ തന്നെ ഹറാമാണെന്ന് തുഹ്ഫയിൽ കാണാം. തൊടല് തന്നെ ഹറാം. ബാപ്പയെ സംബന്ധിച്ച് ഈ നിയമം ബാധകമല്ല, സ്വന്തം മകനല്ലേ, അതുപോലുള്ളവർക്ക് ബാധകമല്ല. ഏതായിരുന്നാലും ശരി, അതൊന്നും പോസ്കോ നിയമം വന്നിട്ട് എഴുതിച്ചൊന്നുമല്ല. നമ്മുടെ ഇമാമിങ്ങൾ മതനിയമം എഴുതി വെച്ചതാണ്. ആ നിയമങ്ങൾ പാലിക്കാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ ആഖിറത്തിലും ദുനിയാവിലും അപകടത്തിൽ ചാടുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഇമാം നവവി റളിയല്ലാഹു അൻഹു വലിയ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനാണ്. അവിടുന്ന് സഹീഹുൽ ബുഖാരിക്ക് ഒരു ശറഹ് എഴുതി, സഹീഹ് മുസ്ലിമിന് ശറഹ് എഴുതിയിട്ടുള്ളത് പൂർത്തീകരിച്ചു. സഹീഹ് ബുഖാരിയുടെ ശറഹ് പൂർത്തീകരിക്കാൻ മഹാനവർകൾക്ക് അവസരം ലഭിച്ചിട്ടില്ല. ചെറിയ വയസ്സിൽ വഫാത്തായി പോയവരാണ് അവർ. ആ സഹീഹുൽ ബുഖാരി ലഭിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ കാണിച്ച അദബ് കണ്ടോ നിങ്ങൾ? മുസ്തസ്ഫിഅൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കൊണ്ട് ഞാൻ ഈ കിതാബ് എഴുതുന്നു. എന്താണ് അവരുടെ അദബ്? ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സ്ഥാനം കൽപ്പിക്കുന്നു. എല്ലാ ഇമാമിങ്ങളും മർഖാദി മാത്രമൊന്നുമല്ല,
يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك മഹാന്മാരായ സഹാബികളെ കണ്ടുമുട്ടിയ പണ്ഡിതനാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അവിടുന്ന് നിബിധങ്ങളെ വിളിച്ച് തേടുന്നു. അങ്ങനെ എല്ലാവരും സുബ്ഹാനല്ലാഹ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മാലിക് ഇമാമിനെ കുറിച്ചും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഇമാമാണല്ലോ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അയൽവാസി വരുന്നു. ആ അയൽവാസി അദ്ദേഹം പല തെറ്റുകളും സംഭവിച്ചു പോയ ഒരു മനുഷ്യനാണ്. തെറ്റുകൾ ധാരാളം വന്നവൻ എന്ന നിലക്ക് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തോട് താല്പര്യമില്ല. തെറ്റ് ചെയ്യുന്നവരെ താല്പര്യത്തോടെ കാണുക എന്നത് പാടില്ലാത്ത കാര്യമാണല്ലോ. അതേ ഖുർആൻ പറഞ്ഞില്ലേ, ലാ തർകനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുന്നാർ. തെറ്റ് ചെയ്യുന്നവരിലേക്ക് നിങ്ങൾ ചായാൻ പാടില്ല, അപ്പോൾ നിങ്ങളെ നരകം സ്പർശിക്കും. തെറ്റ് ചെയ്യുന്നവരോട് മാനസികമായി അകൽച്ച വേണം. അതിനാൽ വളരെ മോശമായ പ്രവർത്തനങ്ങൾ നടത്തിയ ആ വ്യക്തി വന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസിയാണ്. അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോ മഹാനവറുകൾ സലാം മടക്കിയെങ്കിലും ഒരു താല്പര്യപൂർവ്വമുള്ള സലാം മടക്കലായില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്തേ എനിക്ക് വേണ്ടതുപോലെ മുഖം തരാത്തത്? നിങ്ങളെന്തേ എന്നോട് വേണ്ടതുപോലെ എന്നെ റെസ്പെക്ട് ചെയ്യാത്തത്? ഞാൻ പണ്ടുള്ളതുപോലെ അല്ല ഇപ്പോ. പണ്ട് ഞാൻ മോശക്കാരനായിരുന്നു എന്നത് കൊണ്ടായിരിക്കാം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ അതൊക്കെ മാറിപ്പോയി. അതിന്റെ കാരണം എന്തായിരുന്നു? ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് അതിന് നിമിത്തം. അതെങ്ങനെ? എന്താ നിങ്ങൾ കണ്ടത്? നബിതങ്ങളെ ഞാൻ ഉറക്കിൽ കണ്ടു. നബിതങ്ങൾ ഒരൽപ്പം ഉയർച്ചയുള്ള സ്ഥലത്താണ്. ആളുകൾ പലരും താഴെയിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് നബിതങ്ങളോട് എനിക്ക് പ്രാർത്ഥിക്കണം നബിയേ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവിടുന്ന് ദുആ ചെയ്തു കൊടുത്തു. അത്താലം യർഖമിനൽ ഖൗമി ഗൈരി. ഇനി ആരും ബാക്കിയില്ല, ഞാൻ മാത്രമേ നബിതങ്ങളോട് അപേക്ഷിക്കാൻ ബാക്കിയുള്ളൂ. ഞാനൊന്ന് എഴുന്നേറ്റ് നിന്ന് എന്റെ കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി. എങ്ങനെ ഞാൻ നബിതങ്ങളോട് പറയും? ഞാൻ അത്രയും മോശക്കാരനല്ലേ? അവിടുന്ന് കൽപ്പിച്ചത് ഒഴിച്ചവനല്ലേ? അവിടുന്ന് വിരോധിച്ചത് ചെയ്തവനല്ലേ? അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ മടി തോന്നി, എനിക്ക് നാണക്കേട് തോന്നി. ഓ സുഹൃത്തുക്കളെ, എല്ലാ നിസ്കാരത്തിലും ഹബീബ് നബിതങ്ങളോട് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെ ഹബീബ് നബിതങ്ങളോട് അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം എന്ന് പറയുന്ന നമ്മൾ ആ നബിതങ്ങൾ വിരോധിച്ച ലഹരിയുടെ പിന്നാലെയോ, ആ നബിതങ്ങൾ വിരോധിച്ച വ്യഭിചാരത്തിന്റെ പിന്നാലെയോ, അന്യ സ്ത്രീയുമായി ചാറ്റ് ചെയ്യുന്ന പരിപാടിയോ, അന്യപുരുഷനുമായി സൗഹൃദം പുലർത്തുന്ന പരിപാടിയോ, ഞാൻ പറയട്ടെ, തെറ്റായ ഒരു പ്രവൃത്തിയിലും നമ്മൾ ഉണ്ടാകരുത്. ആ ഹബീബ് നബിക്ക് 5 നേരം സലാം പറയേണ്ട നമ്മൾ അവിടുത്തെ മുഖത്ത് നോക്കി സലാം പറയുന്നത് പോലെ മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹഫയിൽ പറഞ്ഞില്ലേ, നബി തങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ്? ഫഹുവൽ വാസിതത്തുൽ ഉളമാ.
ഏറ്റവും വലിയ മധ്യവർത്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് അതാ ഖിതാബുഹു, നബിതങ്ങളോടുള്ള പറച്ചിൽ അത് അല്ലാഹുവിനോടുള്ള പറച്ചിൽ പോലെ തന്നെയാണ്. ഡയറക്റ്റ് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയാണ്. അത് പറയാൻ നമ്മളും നാണമുള്ളവരാകുന്ന വിധത്തിൽ നമ്മളുടെ ജീവിതം അതേ തെറ്റുകൾ കൊണ്ട് നിറഞ്ഞതാകരുത്. അഥവാ മനുഷ്യ സഹജമായി വല്ല തെറ്റും സംഭവിച്ചെങ്കിൽ തന്നെ ഉടനെ റബ്ബിനോട് മാപ്പ് പറഞ്ഞ് പൊറുപ്പിക്കേണ്ടവരാണ് നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ? വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ളവർക്ക് നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണമെന്ന് അല്ലാഹു നിർദ്ദേശിച്ചതല്ലേ? നബി തങ്ങൾ റെക്കമെൻഡ് തന്നെയല്ലേ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ടത്? നബി തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ഫുലാൻ, പേര് വിളിച്ച് പറഞ്ഞു, ലിമലാ തഖൂമു ഇലയ്യ ഫതസ്അലുനി അദ്ഉ ലക്, നിങ്ങൾ എന്തേ എഴുന്നേറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നോട് ചോദിക്കാത്തത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് യഖ്തഉനിൽ ഹയാ, ഓ നബിയേ, എനിക്ക് നാണക്കേട് തോന്നുന്നു. ലിഖുബിഹിമാ അന അലൈഹി, ഞാൻ അത്രയും മോശം ചെയ്തവനല്ലേ? അപ്പോൾ അവിടുന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താണത്? ഇൻകാന യഖ്തഉകൽ ഹയാ, അങ്ങനെ ഒരു നാണക്കേടുണ്ടായത് തന്നെ നിനക്കൊരു ചെറിയ ബോധമുള്ളത് കൊണ്ടല്ലേ? ഒരു ബോധമില്ലാത്തൊരു നാണക്കേടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, ഇപ്പം കാണുന്നില്ലേ? നമ്മളൊക്കെ നമ്മളെ സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം മകളെ, 18 or 20 വയസ്സുള്ള മകളെ നല്ല അണിഞ്ഞൊരുക്കി നല്ല സ്വർണ്ണമൊക്കെ ഇട്ടുകൊടുത്ത് എന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് എല്ലാ പുരുഷന്മാർക്കും കാണാൻ വേണ്ടി വെക്കോ? നമ്മൾ നാണമുള്ളവരങ്ങനെ ചെയ്യും. പക്ഷെ ഇപ്പൊ എന്താ നടക്കുന്നത്? പല കല്യാണ വീട്ടിലും കല്യാണ സ്റ്റേജിൽ നടക്കുന്ന എന്താ? ആദ്യാരും മൂല്യാരും ഞങ്ങളൊക്കെ ഇറങ്ങിയാൽ ഈ യുവതിയായ പെൺകുട്ടിയെ അണിച്ചൊരുക്കിക്കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് എല്ലാ പുരുഷന്മാർക്കും ഫോട്ടോ എടുക്കാനും കാണാനുള്ള അവസരം കണ്ടില്ലേ? നാണമില്ലെങ്കിൽ ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്തോളൂ എന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ ഇത്ര ലജ്ജയില്ലാത്ത ഏർപ്പാട് അതെങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽ കടന്നു വന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഇസ്ലാം മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളും മുസ്ലിമീങ്ങളുടെ കർമ്മങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എല്ലാവരെയും ധാരണ 4 പ്രകടനം നടത്തിയാലും മുസ്ലിമിയൊക്കെ ഇസ്സത്ത് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഇസ്സത്തുണ്ടാകണമെങ്കിൽ നമ്മുടെ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി ജീവിക്കണ്ടേ? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ലോകമെമ്പാടും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്? മുസ്ലിമീങ്ങൾക്ക് ദീനില്ലാതെ അല്ലാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നത് കൊണ്ടല്ലേ? ഇതൊക്കെ പരസ്യമായ തെറ്റല്ലേ? വ്യക്തിപരമായ ഏതെങ്കിലും ഒരാൾ ആരും അറിയാതെ തെറ്റിയുന്നതാണ്, അത് അള്ളാഹുവിനുള്ളതാണ്. പരസ്യമായ തെറ്റല്ല. പക്ഷെ അതൊന്നും യാതൊരു ലജ്ജയും ഇല്ലാത്ത ഒരു കാലം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നബിതങ്ങൾ പറയാണ്, ഇൻകാന യഖ്തഉകൽ ഹയാ, എന്നോട് പറയാൻ മാത്രം നിങ്ങൾക്ക് ലജ്ജ നിങ്ങൾ അനുവദിക്കുന്നില്ല. അത്രയും തെറ്റുകൾ വന്നതിൽ മനസ്സിൽ ഖേദമുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ഫഖും, അതിനാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ. ഫസ്അൽനി, എന്നോട് ചോദിച്ചോളൂ. അദ്ഉ ലക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം നിങ്ങൾക്കൊരു ഗുണമുണ്ട്. നിങ്ങളൊരു ഗുണം എന്താ? ഫഇന്നക ലാ തസുബ്ബു അഹദൻ മിൻ അസ്ഹാബി, നിങ്ങൾ ഒരിക്കലും എന്റെ സഹാബികളിൽ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല, സഹാബികളെ ചീത്ത വിളിച്ചിട്ടില്ല. ശിയാക്കളെ പോലെയല്ല, റാഫിദികളെ പോലെയല്ല. ഇപ്പോഴില്ലേ ചില വ്യാജത്തരീഖത്തുകാര് ശിയാക്കളുടെ സമീപന രീതി സ്വീകരിച്ചിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ ചീത്ത പറയുന്നവർ, വിവരം കെട്ടവർ, സഹാബികളെ ചീത്ത പറയുന്നവർ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഒരിക്കലും എന്റെ സഹാബികളിൽ ഒരാളെയും ചീത്ത പറഞ്ഞിട്ടില്ല. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേർക്കും. നിങ്ങൾ സുന്നിയാണ്, സുന്നിയല്ലെങ്കിൽ വേർക്കില്ലായിരുന്നു. അതാണ് നിങ്ങൾ സഹാബത്തിനെ ചീത്ത പറയാത്ത ആളാണ്. ഞാൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ നബി തങ്ങളോട് സഹായം തേടി, റെക്കമെൻഡ് ആവശ്യപ്പെട്ടു. എനിക്ക് അവിടുന്ന് ദുആ ചെയ്തു തന്നു. ഫന്തബഹ്തു, ഞാൻ ഉറക്കം തെളിഞ്ഞു. വഖദ് ബഖല്ലല്ലാഹു ഇലയ്യ മാ കുന്തു അലൈഹി, അന്ന് വരെ എനിക്ക് വളരെ താല്പര്യമുള്ള കുറെ തെറ്റുകളുണ്ട്.
അതെല്ലാം എൻ്റെ മനസ്സിൽ വെറുപ്പുള്ളതാക്കി പടച്ചവൻ മാറ്റിത്തന്നു. പിന്നെ തെറ്റുകൾ ചെയ്യുന്നതിൽ ഞാൻ മാറി നിന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സലാം സന്തോഷത്തോടെ മടക്കിക്കോളൂ. അഹ്മദ് ബിൻ ഹംബൽ അഹ്മദ് റളിയല്ലാഹു അൻഹു كان الإمام أحمد رضي الله عنه يوصي أصحابه അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറയും ബിഹിഫ്ളി ഹാദിഹിൽ ഹികായ, ഈ ചരിത്രം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. വത്തഹദ്ദുസി ബിഹാ, അത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്നഹാ നാഫിഅ, ഉപകാരപ്രദമായ ചരിത്രമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല ഏറ്റവും വലിയ സ്ഥാനം നൽകിയ ഏറ്റവും വലിയ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്താണ് ഇൽമ്. അത് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ അവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് വേണ്ടി അവരെ ആദരിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, അവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്നവരെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ ഭാഗ്യവാന്മാരാണ്. ഈ പരിപാടി പഠിച്ച മുതഅല്ലിമീങ്ങളെ ആദരിക്കുന്ന ഒരു പരിപാടി അല്ലാഹു തആല ഇത് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ.